പുജപുര. നമസ്കാരം. ഈ ശരിക്കും മാജിക്കിന്റെ ആരംഭം എവിടെ? ഈ മാജിക് എന്ന് പറയുന്നത് പണ്ട് ഈ രാജസദസ്സുകൾ, അങ്ങനെ രാജാവിനെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഒരു വർഗ്ഗക്കാരുണ്ടായിരുന്നു. അവരെ മാജി വർഗ്ഗക്കാരെന്നാണ് അറിയപ്പെടുന്നത്. ബ്ലെസ്സിംഗ് ആണ്. ഈശ്വരന് തുല്യമാണല്ലോ ഗുരു എന്ന് പറയുന്നത്. കുറച്ച് പേപ്പർ തന്നാലേ. പേടിയുണ്ടോ? പേടിയില്ല. പേടിയൊന്നുമില്ല. അപ്പം നമുക്ക് പേടിയില്ലെന്ന് വെച്ചാൽ മരണത്തെ പേടിയുണ്ടോ? മാജിക് എന്നും ഒരു അത്ഭുതമാണ്, കാണികൾക്ക് എപ്പോഴും അത്ഭുതമാണ്. അത്തരം ഒരു അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവരും നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗസ്റ്റാണ് നമുക്കുള്ളത്. മറ്റാരുമല്ല, മനു പുജപുര. നമസ്കാരം. നമസ്കാരം. നമ്മൾ മുമ്പും അതെ, ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. അതെ, ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം മനു പുജപുര ഇങ്ങനൊരു പേര് സമ്പാദിക്കാൻ നന്നായിട്ട് അധ്വാനിച്ചു. തീർച്ചയായിട്ടും. ഞാൻ തുടക്കത്തിൽ ഞാൻ സാധാരണ മനു എന്നുള്ളൊരു വ്യക്തിയുടെ ഉടമ മാത്രമായിരുന്നു. 8ാം ക്ലാസ്സിലായിരുന്നു എൻ്റെ മാജിക്കിൻ്റെ പഠനത്തിൻ്റെ തുടക്കമൊക്കെ. അതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് പ്രശസ്ത മജീഷ്യനായ ശ്രീ ഗോപിനാഥ് മുതുകാടാണ്. അദ്ദേഹം പൂജപ്പുരയിലെ മാജിക് അക്കാഡമി എന്നുള്ള സ്ഥാപനം തുടങ്ങി. ആ സമയത്തെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ. മുതുകാട് സാറിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും തമ്മിൽ 8 വീടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം മാജിക് പഠിക്കാൻ ഏറ്റവും എളുപ്പം പോയി വരാൻ എനിക്കാണ് സാധിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ ആ സ്ഥാപനവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നു. പക്ഷേ ഗുരുവിൻ്റെ ഒരുപാട് കൃപയുള്ള ഒരാളാണ്. അനുഗ്രഹം ഒരുപാട്. കാര്യം സ്റ്റേജിൽ ഈ കാണുന്നതല്ല, ഈ കാണുന്ന മനുവിനല്ല നമ്മൾ സ്റ്റേജിൽ കാണുന്നത്. ഒരു വല്ലാത്ത ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള, അത് ഒരിക്കലും എനിക്ക് തോന്നുന്നു അത് ഗുരുവിൻ്റെ ഒരു ബ്ലെസ്സിംഗ് ആണ്. ഈശ്വരന് തുല്യമാണല്ലോ ഗുരു എന്ന് പറയുന്നത്. ഗുരുവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് എല്ലാം ആരംഭിക്കുന്നത്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം ഗുരു മാത്രമല്ല കേട്ടോ. എനിക്ക് മറക്കാൻ പറ്റാത്തത് എൻ്റെ പാരൻസാണ്. കാരണം അവരെനിക്ക് തന്ന പ്രചോദനവും സ്നേഹവും. കാരണം ഇത് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ മാജിക്കിൽ നിസ്സാര കാര്യമില്ല. ഒരു മാജിക്കിനേക്കാളും മാജിക്കിൻ്റെ ട്രിക്കിനാണ് അവിടെ വില കൽപ്പിക്കുന്നത്. ഒരു ചെറിയ പെൻസിലാവാം. ആ പെൻസിൽ നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ 10 രൂപയുള്ളൂ. പക്ഷേ അത് മാജിക് പെൻസിലാണെങ്കിൽ അതിൻ്റെ വില 1000 രൂപയാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതിൽ ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അച്ഛനും അമ്മയും എന്ന് പറയുന്ന ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും വേണം. അത് തന്നുകൊണ്ട് ക്ലാസ്സുകാരൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? തീർച്ചയായും ആ സമയത്തൊക്കെ ഒരു വെക്കേഷൻ ക്ലാസ്സിൽ ആണ് ഇത് കൊണ്ടാക്കുന്നത്. ഞാനൊരു മജീഷ്യനാവുന്നൊന്നും അവർ സ്വപ്നത്തിൽ പോയി കണ്ടിട്ടില്ല. പക്ഷെ എങ്ങനെയോ അതെൻ്റെ ഉള്ളിലെ ഒരു ഇഞ്ചക്ഷൻ പോലെ എൻ്റെ ഉള്ളിലേക്ക് മൊത്തം അങ്ങനെ സ്പ്രെഡായി. ഇനി മാജിക്ക് പഠിച്ചേ പറ്റൂ. കാരണം കോമ്പറ്റീഷനിലൊക്കെ എത്തുമ്പം ഞാൻ നല്ല കയറി നിൽപ്പുണ്ട്. അപ്പം സാർ എൻ്റെ അച്ഛനെ അമ്മയോട് വിളിച്ച് പറയും, മനുവിന് നല്ലൊരു ഭാവിയുണ്ട്, മാജിക്ക് നന്നായി അദ്ദേഹം ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ പിന്നെ അഡ്വാൻസ് കോഴ്സിലൊക്കെ അവർ കൊണ്ട് എന്നെ ചേർത്തു. അങ്ങനെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊരാഗ്രഹം, ഇത് കുറച്ചും കൂടെ പഠിച്ചാൽ കൊള്ളാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗുരു തന്നെ എല്ലാം പറഞ്ഞു തരില്ല. ഏതൊരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. എല്ലാം പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് പറയാൻ പാടില്ല. അവൻ കയറി ശോഭിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. ഞാൻ ഒരു ഗുരുവിൻ്റെ കാര്യമല്ല പറയുന്നത്, പലരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേറെ പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. തീർച്ചയായിട്ടും. ഇതിനേക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ആരുണ്ട്, അതല്ലെങ്കിൽ അത്ഭുതങ്ങൾ കുറച്ചും കൂടി കൂടുതൽ അറിവ് എങ്ങനെ കിട്ടും, ഇതിനേക്കാൾ നന്നായിട്ടല്ല കൂടുതൽ അറിവുകൾ എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നന്നായി. അങ്ങനെ കൽക്കട്ട വരെ ഞാൻ പോയി. കൊൽക്കത്ത ഹൗറ അവിടെ പോയി പല മജീഷ്യന്മാരെ കണ്ടു. കാരണം കൽക്കത്ത എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ എന്ന് പറയുന്നത് മജീഷ്യന്മാരുടെ ഒരു സ്ട്രീറ്റാണ്. അവിടെയാണ് ഈ മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ഒരു കുടിൽ വ്യവസായമാണ് കൊൽക്കത്ത എന്ന് പറയുന്ന ഏരിയയിൽ. ഇതൊരു കുടിൽ വ്യവസായമാണ് മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വിൽക്കുന്നത്. അവിടെ പോയി കുറഞ്ഞ ചിലവിൽ ഞാൻ മാജിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതെങ്ങനെയാണ് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് നന്നായി പഠനം നടത്തി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എല്ലാ മജീഷ്യന്മാരും ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ മാജിക് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് കുറച്ചുകൂടെ ഡാൻസ് കൂടെ മിക്സ് ചെയ്തുകൂടാ? തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഡാൻസും കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ശരിക്കും
ഈ മനു എന്നുള്ള വ്യക്തിയെ മനു പൂജപ്പുരയാക്കി മാറ്റിയത്. തീർച്ചയായും അത് സ്റ്റേജിലൊരു ഒരു തീപ്പൊരിയാണ്. ഇവരുടെ അടങ്ങി നിന്നുള്ള സംഭവം. നമ്മൾ മനു പൂജപ്പുരെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ എല്ലാ ഭാഗവും യൂസ് ചെയ്യുന്നത്. അതെ മാക്സിമം യൂസ് പറ്റുമെങ്കിൽ ഓഡിയൻസിന്റെ ഇടയിൽ പോയി ചെന്ന് ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും അല്ലേ? ഇപ്പോഴും ഭയങ്കര. ഞാൻ നമ്മളെ ഒരുപാട് വേദികൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു മനു ഓഡിയൻസുമായിട്ട് എങ്ങനെയാണ് മിങ്കിളാവണമെന്നോ അവരെ എങ്ങനെ കയ്യിലെടുക്കുന്നത്. ഈ ശരിക്കും മാജിക്കിന്റെ ആരംഭം എവിടുന്ന? ഈ മാജിക് എന്ന് പറയുന്നത് പണ്ട് ഈ രാജസദസ്സിലൊക്കെ ഇപ്പം കോമാളികളുണ്ടാവും, വസ്ത്രം നിർമ്മിക്കാൻ ഒരാളുണ്ടാവും, രാജാവിനെ പ്രീതിപ്പെടുത്താൻ നൃത്തം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ രാജാവിനെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി ഒരു വർഗ്ഗക്കാരുണ്ടായിരുന്നു. അവരെ മാജി വർഗ്ഗക്കാരെന്നാണ് അറിയപ്പെട്ടത്. മാജി വർഗ്ഗക്കാർ അവർ അത്ഭുതങ്ങൾ കാണിക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു കയ്യിരിക്കുന്ന ബോളിനെ ഇദ്ദേഹം ബാക്കിൽ കൊണ്ടുപോയിട്ട് അടുത്ത കയ്യിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ആ ബോൾ ഇവിടെ വന്നു കാണിക്കും. അതുപോലും അന്ന് അത്ഭുതമായിരുന്നു. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി കുറവായിരുന്നു, ഐക്യു കുറവായിരുന്നു, ഐക്യു ലെവൽ വളരെ കുറവായിരുന്നു. അങ്ങനെ അത്ഭുതം കാണിച്ച വർഗ്ഗക്കാരെയാണ് മാജി വർഗ്ഗക്കാരെന്ന് അറിയപ്പെട്ടത്. അങ്ങനെയാണ് ഈ മാജി വർഗ്ഗക്കാരിൽ നിന്നാണ് മാജിക് എന്നുള്ള പേര് വന്നത്. പിന്നെ ഇന്ദ്രജാലമായി, കൺകെട്ടായി, മായാജാലമായി, സൂത്രവിദ്യയായി, മഹേന്ദ്രജാലമായി, അങ്ങനെ പല പേരുകളിലും പിന്നെ മാജിക് എന്നറിയപ്പെട്ടു. ഈ ഇന്ദ്രജാലം എന്ന് പറയാൻ കാരണം ഇന്ദ്രന്റെ സദസ്സിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നത്. ദേവേന്ദ്രൻ ആകാശത്തേക്ക് കൈ ഉയർത്തുമ്പോൾ വാള് വരുന്നു, വീണ്ടും ആകാശത്തേക്ക് കൈ ഉയർത്തുമ്പോൾ പിന്നെ എന്താ പറയുക ഗദ വരുന്നു, പിന്നെ ആകാശത്തേക്ക് കൈ ഉയർത്തുമ്പോൾ വെള്ളം വരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇന്ദ്രജാലം, ഇന്ദ്രൻ്റെ സദസ്സിൽ കാണിച്ച ജാലമായതുകൊണ്ടാണ് ഇന്ദ്രജാലം എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ അത് ചില ആൾക്കാർ അതിനെ ഒന്ന് പൊടിയും ഒന്ന് തട്ടി മിനുക്കൊക്കെ വരുത്തേച്ച് മഹേന്ദ്രജാലം എന്നാക്കി ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രായഭേദമന്യേ ആർക്കും ആസ്വദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇപ്പം ഇന്നും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 60-65 വയസ്സായ ഒരാൾ സ്റ്റേജിൻ്റെ മുൻപിൽ നിന്ന് ഈ മാജിക് കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കും. എൻ്റെ കയ്യിലേക്ക് പെട്ടെന്നൊരു പ്രാവ് വരുമ്പോൾ അത് ഞാൻ ഒരു മാജിക് കാണിക്കട്ടെ, പെട്ടെന്ന് ഒന്ന് കാണിക്കാം. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പം എൻ്റെ അല്ല ഞാൻ ഞാൻ കൊണ്ടുപോകും. ഇത് പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പർ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓഡിയൻസിനും കാണാൻ സാധ്യതയുണ്ട്. പൊതുവെ പറയാറുണ്ട് ഈ മജീഷ്യന്മാരെന്ന് പറയുന്നത് ഈ കൈകളിലൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ചുകൊണ്ടാണ് സ്ഥിരം ഷർട്ടാണ് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിക്കും. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി താങ്കളുടെ മുമ്പിൽ വെച്ച് ഇതിനെ 2 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. ദർ ഈസ് 2 പീസ്. ഇതിൽ നിന്ന് ഒരു പീസിനെ ഞാൻ തറയിലേക്ക് വയ്ക്കുകയാണ്. ഇനി മിച്ചമുള്ളത് ഒരു പീസാണ്. അതിനെ വീണ്ടും ഞാൻ 2 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. മുമ്പിൽ വെച്ചാണ് മുറിക്കുന്നത്, വ്യക്തമാണ്. ഇതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണത്തിന് ഞാൻ വീണ്ടും താഴേക്ക് വയ്ക്കുന്നു. വീണ്ടും ഞാൻ ഇതിനെ കണ്ടിക്കുന്നു, തറയിലേക്ക് വയ്ക്കുന്നു. വീണ്ടും ഞാൻ കണ്ടിക്കുന്നു, തറയിലേക്ക് വയ്ക്കുന്നു. ഇനി മിച്ചമുള്ളത് ഒരു ചെറിയ കഷ്ണം പേപ്പറാണ്. നമ്മൾ പറയാറുണ്ട് ഈ മാജിക്കിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. മെയിനായിട്ട് മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം ഇതാണ്: ഹോക്കസ് ഫോക്കസ് ആബ്രക്കഡാബ്ര ജി ബൂംബ. ഹോക്കസ് ഫോക്കസ് ആബ്രക്കഡാബ്ര ജി ബൂംബ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേപ്പറിനെ നിങ്ങൾ മുമ്പിൽ വെച്ച് ഇങ്ങനെ മടക്കി ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് വിത്തിൻ സെക്കൻഡ് അത് 200 രൂപ നോട്ടായി മാറും. എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന പ്രേക്ഷകരെ നാളെ കുറേ പേപ്പറുമായിട്ട് എൻ്റെ വീട്ടിൽ വരും. ഞാൻ വിചാരിക്കും ഞാൻ കുറച്ച് 2 തുണ്ട് തരാം. ഇതെന്ന് വെച്ചാൽ റിയൽ നോട്ടാണ്, ഒരു ഫേക്ക് നോട്ടല്ല. നോക്കാം, പരിശോധിക്കാം, നന്നായി പരിശോധിക്കാം. അതിൽ ഒരു കള്ളത്തിനും ഇല്ലെന്നുള്ളതാണ് സത്യം. 200-ന്റെ നോട്ട് ഇപ്പോൾ സാധാരണ ATM-ൽ കിട്ടാറില്ല. പക്ഷേ ഈ മനു എന്ന് പറയുന്ന ATM-ൽ ഇത്തരം നോട്ടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. കൊള്ളാം. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഇഷ്ടമായോ? അടിപൊളി. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമുക്ക് ഒരുപാട് മാജിക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. അപ്പം നമുക്ക് പേടിയില്ലെന്ന് വെച്ചാൽ മരണത്തെ പേടിയുണ്ടോ? മരണത്തെ ഞാനിപ്പോൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാലും പേടിയുണ്ടാവും. മരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പേടി തന്നെ. എത്രയൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ മരിക്കാൻ എനിക്ക് പേടിയില്ല, ഞാൻ ഒരിക്കലും മരിക്കില്ല, എന്തിനെ നേടാൻ സാധിക്കും. നീ ഇപ്പോൾ ഒരു ട്രെയിൻ എൻ്റെ മുമ്പിൽ വന്നാലും അതിനെപ്പോലും ഞാൻ പേടിയില്ലാതെ അഭിമുഖീകരിക്കും എന്ന് പറയുന്ന വ്യക്തികൾ പോലും ഒരു മരണം അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പേടിക്കാറുണ്ട്. തീർച്ചയായും.